ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഗുവാഹത്തിയിൽ കിവീസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. അഭിഷേക് ശർമ്മയാണ് വിജയശില്പി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുന്നു. ഖിലാഫെ, വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. പക്ഷേ അപ്പോഴും നമുക്ക് വിഷമമുള്ള കാര്യം സഞ്ജുവിന്റെ കാര്യമാണ്. അത് സഞ്ജു ഇത്തവണയും നിരാശപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ. തീർച്ചയായും ഷാമിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു സന്തോഷം നിറഞ്ഞ സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഏകദിന പരമ്പര നഷ്ടമായ ഇന്ത്യ 2020 നേടിക്കൊണ്ട് അതിനൊരു മറുപടി കൂടിയാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് അഭിഷേക് ശർമ്മയുടെയും അതേപോലെ തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും പ്രകടനമാണ്. 154 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്ക് ആദ്യം തുടക്കത്തിൽ തന്നെ സഞ്ജു സാംസനെ നഷ്ടമായി. അതും ഗോൾഡൻ ാണ് താരത്തിന്റെ തുടർച്ചയായ മൂന്നാം മത്സരത്തിനും ഒരു നിരാശ തന്നെയാണ് സമ്മാനിച്ചത്. എന്നിരുന്നാലും പിന്നീട് വന്ന ഇഷാൻ കിഷാനും അതേപോലെ തന്നെ സൂര്യകുമാർ യാദവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയായിരുന്നു. ഇതിൽ ഇഷാൻ കിഷാന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. 13 പന്തിൽ നിന്ന് 28 റൺസാണ് ഇഷാൻ കിഷാൻ നേടിയത്. അതായത് ലോകകപ്പിലേക്ക് മുന്നോടി തന്നെ താരം മികച്ച ഫോമിലാണ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ഇഷാന്റെ മികച്ച പ്രകടനം സഞ്ജുവിന് ഒരു വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് അഭിഷേക് ശർമ്മ 20 പന്തിൽ നിന്നാണ് 68 റൺസ് നേടിയത്. കൂടാതെ സൂര്യകുമാർ യാദവ് 26 പന്തിൽ നിന്ന് 57 റൺസും. നേരത്തെ ജസ്പ്രീത് ബുംറയുടെയും അതേപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെയും രവി ബിഷ്ണോയുടെയും ബൗളിംഗ് മികവിലാണ് ന്യൂസിലാൻഡിനെ 153 എന്ന റൺസിൽ ചെറിയൊരു ടോട്ടലിൽ എറിഞ്ഞൊതുക്കാനായത്. എന്തായാലും ഗുവാഹത്തിയിൽ 8 വിക്കറ്റിന്റെ മികച്ച ഒരു വിജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ശ്യാമലി, ശരി.